നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മീനശനി ഇടവവ്യാഴം 1200 കൊല്ലവർഷം മീനമാസം 30 ഞായറാഴ്ച ഉദയാദി 50 നാഴിക 20 വിനാഴികയ്ക്ക് ചോതി നക്ഷത്രവും കൃഷ്ണപക്ഷ പ്രതിപദ തിഥിയും പന്നിക്കരണവും വജ്രനാമ ചന്ദ്രാർക്ക യോഗവും കൂടിയ ദിവസം തുലാക്കൂറിൽ മകരലഗ്നത്തിൽ പൃഥ്വിഭൂതത്തിലാണ് ഈ വർഷത്തെ മേഷ വിഷു സംക്രമം വരുന്നത്. പൂരാട നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ വിഷുഫലപ്രകാരം സർവ്വ അഭീഷ്ടങ്ങളും സാധിക്കാനായിട്ടുള്ള യോഗമാണ് കാണുന്നത്. ഈ മെയ് മാസം വരെ വ്യാഴം 6-ാം ഭാവത്തിലാണ് ചന്ദ്രലഗ്നാധിപത്യം വഹിച്ച് 4-ാം ഭാവാധിപത്യം വഹിച്ച് നിൽക്കുന്നത് എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ട് 4-ാം തീയതി വരെയുള്ള സമയത്ത് കുറച്ച് ശത്രുദോഷത്തിൻ്റെതായിരിക്കുന്ന ദുരിതവും വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ശത്രുസ്ഥാനാധിപതി 4-ലും 4-ാം ഭാവമായ ശത്രുസ്ഥാനത്തൊക്കെ നിൽക്കുന്നൊരു സമയം കൂടിയാണ് ഇപ്പോൾ. എന്നാൽ മെയ് മാസം കഴിഞ്ഞാൽ 7-ാം ഭാവത്തിൽ നിവൃത്തിസ്ഥാനത്തേക്ക് വ്യാഴം വരും. അതുപോലെ തന്നെ വിഷുഫലപ്രകാരം സർവാഭീഷ്ടങ്ങളും സാധിക്കാനുള്ളൊരു യോഗമുള്ള സമയമാണ്. അപ്പോൾ മനസ്സിലാഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. നല്ല ദൈവാധീനമുള്ള ഒരു വർഷമാണ്. അപ്പോൾ ദൈവാധീനം ഉള്ളത് കാരണം കൊണ്ട് തന്നെ എല്ലാ തടസ്സങ്ങളും മാറി അഭിവൃദ്ധിയിലേക്ക് ഉയർച്ചയിലേക്ക് എത്തിച്ചേരാനുള്ളൊരു യോഗമാണ്. പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷുഫലപ്രകാരം ഈ വർഷം കാണുന്നത് വരുമാനത്തിൽ വർധനവിന് യോഗമുണ്ട്. പക്ഷേ ചിലവ് അതിൻ്റെ ഇരട്ടിയാണ്. 8 രൂപയോളം വരുമാനം ഉണ്ടാക്കിയാൽ 14 രൂപയോളം ചിലവ് വരിക എന്ന് പറയുന്നൊരവസ്ഥയാണുള്ളത്. അപ്പോൾ അത്രയും ചിലവിൻ്റെ കാര്യത്തിലൊരു വ്യത്യാസം വരുന്നത് കാരണം കൊണ്ട് ബാധ്യതകൾ ഉണ്ടാക്കി വെക്കാതെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. വരുമാനം കുറയുമ്പോൾ ചിലവ് വർദ്ധിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സാമ്പത്തികമായിരിക്കുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ലോണ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ആശ്രയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് ഈ സമയത്ത് വേണ്ടത്. ദൈവാധീനം ഉള്ളത് കാരണം കൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. വിനോദയാത്ര, അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാനസികമായിട്ടുള്ള സന്തോഷത്തിനും നല്ല യോഗമുള്ളൊരു വർഷമാണെങ്കിൽ പോലും ഈ വർഷത്തിൽ ശ്രദ്ധിക്കേണ്ടത് സാമ്പത്തികമായിരിക്കുന്ന ഞെരുക്കം കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ സാമ്പത്തിക ഞെരുക്കം വർദ്ധിക്കാതെ ഇരിക്കാനായിട്ട് ഇപ്പോൾ കണ്ടശനി ആയത് കാരണം കൊണ്ട് ശനിദോഷ പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നല്ല പ്രാർത്ഥന ഉണ്ടാകണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.